ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നവംബർ മാസത്തിലെ 2025 നവംബർ മാസത്തിലെ ഒട്ടുമിക്ക കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആയിട്ടാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MR രാഘവ വാര്യർ. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MR രാഘവ വാര്യർക്കാണ്. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ടുപേർക്കാണ്, രാജശ്രീ വാര്യരും PB അനീഷും. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രാജശ്രീ വാര്യർ, ആർട്സിന് രാജശ്രീ വാര്യരും അഗ്രികൾച്ചറിന് PB അനീഷും കേട്ടോ. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ തന്നെ ഇതേ സെയിം തന്നെ അപ്ലോഡ് ചെയ്തതാണ്. അതിനകത്ത് ഞാൻ PB അനീഷ് എഡ്യൂക്കേഷൻ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമതൊന്നുകൂടെയാണ്. അതാരെങ്കിലും ആ വീഡിയോസ് ആരെങ്കിലും വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പഠിക്കണേ. PB അനീഷ് അഗ്രികൾച്ചറിനാണ് കേട്ടോ. അഗ്രികൾച്ചറിനാണ് PB അനീഷിന് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, കേരളത്തെ രാജ്യത്തെ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്നാണ്? നവംബർ 1, 2025 നവംബർ 1 കേരളത്തെ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ ആരാണ്? റസൂൽ പൂക്കുട്ടി. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്ക്. വനിതാ ക്രിക്കറ്റ് ഏകദിന കിരീടം ഇന്ത്യക്കാണ് ലഭിച്ചത്. ഇപ്രാവശ്യത്തെ വനിതാ ക്രിക്കറ്റ് ഏകദിന കിരീടം ലഭിച്ചത് വിജയ ആരാധന ഇന്ത്യയാണ്. ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03. അപ്പോൾ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? CMS-3 ആണ്. ഓക്കെ, ഈ സിനിമ അവാർഡുകൾ നോക്കാം. ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുത്തത് ആരാണ്? മമ്മൂട്ടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയാണ്. ആക്ട്രസ്സായിട്ട് ഷംല ഹംസയാണ്. സിനിമ ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. മമ്മൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭ്രമയുഗത്തിലെ അഭിനയത്തിന്. ബെസ്റ്റ് ഡയറക്ടർ ചിദംബരം മഞ്ഞുമൽ ബോയ്സ്. സിനിമയും മഞ്ഞുമൽ ബോയ്സ് ആണ് കേട്ടോ. ബെസ്റ്റ് സിനിമ മഞ്ഞുമൽ ബോയ്സ്. ആഗോള പട്ടിണി സൂചിക പ്രകാരം ഏറ്റവും പട്ടിണിയുള്ള രാജ്യമായിട്ട് തിരഞ്ഞെടുത്തത് സൊമാലിയാണ്. ഏറ്റവും പട്ടിണിയുള്ള രാജ്യം ഏതാണ്? സൊമാലിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 102ാമത്തെ സ്ഥാനമാണ്. ഇന്ത്യയുടെ 99ാമത് ഗ്രാൻഡ് മാസ്റ്റർ VS രാഹുലാണ്. ഇന്ത്യയുടെ 91ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? VS രാഹുലാണ് ഇന്ത്യയുടെ 91ാമത് ഗ്രാൻഡ് മാസ്റ്റർ. 91ാമതാണ് കേട്ടോ. പാകിസ്ഥാൻ്റെ സംയുക്ത സേനാ മേധാവി അസീം മുനീറാണ്. പാകിസ്ഥാൻ്റെ സംയുക്ത സേനാ മേധാവിയായിട്ട് നിയമിതനായത് അസീം മുനീർ. തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്ത് എത്ര ശതമാനമാണ്? 5.2%. ഇപ്രാവശ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്ത് 5.2%. കേരളത്തിൻ്റേത് 8%. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം വിജയിച്ചത് മലപ്പുറത്താണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം വിജയി മലപ്പുറമാണ്. ദേശീയ സബ് ജൂനിയർ ചെസ് ഗൗതം കൃഷ്ണയാണ് കേട്ടോ. ദേശീയ സബ് ജൂനിയർ ചെസ് ഗൗതം കൃഷ്ണ. ബുക്കർ പ്രൈസ് വിന്നർ ഡേവിസ് സൊളോയുടെ നോവലായ ഫ്ലഷ്. ഇപ്രാവശ്യത്തെ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഡേവിസ് സൊളോയുടെ നോവൽ ആയ ഫ്ലഷ് എന്ന് പറയുന്ന നോവലിനാണ്. ഇന്ത്യയിലെ US അംബാസഡറാണ് സെർജിയോ ഗോർ. ഇന്ത്യയിലെ പുതിയ US അംബാസഡറായി നിയമിതനായത് സെർജിയോ ഗോറാണ്. യുനിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായിട്ട് നിയമിതനായത് കീർത്തി സുരേഷ്. യുനിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റാണ് കീർത്തി സുരേഷ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 2025 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ട്രിപ്പിൾ ജംപ് താരമായ എൽദോസ് പോളിനാണ്. രാജ്യത്തെ ഇടക്കാല സർക്കാർ നിയോഗിച്ച രാജ്യാന്തര ട്രൈബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷേഖ് ഹസീന. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യമാണ് ക്യൂറാസാവോ. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യമാണ് ക്യൂറാസാവോ. ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാറാണ്. നോയിഡയിൽ നടന്ന വേൾഡ് ബോക്സിംഗ്
ഇന്ത്യയാണ്. നോയിഡയിൽ നടന്ന വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായിരിക്കുന്നത് ഇന്ത്യയാണ്. ഈ വർഷത്തെ UN കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ബ്രസീലിലെ ബെലേമിലാണ്. തായ്ലാൻഡിൽ നടന്ന അണ്ടർ 10 ചെസ് വിഭാഗത്തിൽ ചാമ്പ്യനായ ദിവി ബിജേഷ്. അണ്ടർ 10 ചെസ് വിഭാഗത്തിൽ ചാമ്പ്യൻ ദിവി ബിജേഷ് തായ്ലാൻഡിൽ നടന്നത്. ഇതിന് തൊട്ട് മുമ്പ് ചെസ്സിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ തമ്മിൽ നിങ്ങൾ മാറിപ്പോകരുത് കേട്ടോ. ദേശീയ സബ് ജൂനിയർ ചെസ്സാണ് ഗൗതം കൃഷ്ണയും. എന്നാൽ തായ്ലാൻഡിൽ നടന്ന അണ്ടർ 10 ചെസ് വിഭാഗത്തിൽ ചാമ്പ്യനായത് ദിവി ബിജേഷുമാണ് കേട്ടോ. 53ാമത് ചീഫ് ജസ്റ്റിസാണ് സൂര്യകാന്ത്. ഫോർമുല 1 ലാസ് വേഗാസ് ഗ്രാൻഡ് പ്രിയിൽ വിജയിയായത് മാക്സ് വെർസ്റ്റാപ്പനാണ് കേട്ടോ. മാക്സ് വെർസ്റ്റാപ്പനാണ് ഫോർമുല 1 ലാസ് വേഗാസ് ഗ്രാൻഡ് പ്രിയിൽ വിജയിയായിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നടന്ന വനിതാ കബഡി ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം. അപ്പം ഇപ്രാവശ്യത്തെ വനിതാ കബഡി ലോകകപ്പ് നടന്നത് ബംഗ്ലാദേശിലാണ്. അതിൽ വിന്നറായിരിക്കുന്നത് ഇന്ത്യയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14490. ദേശീയ വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14490. കിഴക്കൻ ലഡാക്കിലെ ന്യോമയിൽ നിർമ്മിച്ച ഇന്ത്യയുടെ വ്യോമകേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പുതിയ വ്യോമകേന്ദ്രം എവിടെയാണ്? കിഴക്കൻ ലഡാക്കിലെ ന്യോമയിലാണ് കേട്ടോ. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനാണ് വിക്രംനാഥ്. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ പുതിയ ചെയർമാനാണ് വിക്രംനാഥ്. ഫിഡെ ചെസ് ലോകകപ്പിൽ വിജയിയായത് ജാവോഖീർ സിന്ദറോവ്. ഫിഡെ ചെസ് ലോകകപ്പിൽ വിജയിയായത് ജാവോഖീർ സിന്ദറോവാണ് കേട്ടോ. ജാവോഖീർ സിന്ദറോവാണ് ഫിഡെ ചെസ് ലോകകപ്പിൽ വിജയിയായിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസിൻ്റെ അധ്യക്ഷനാരാണ്? ജ്ഞാനേഷ് കുമാറാണ്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ജ്ഞാനേഷ് കുമാറാണ്. ഗോവയിൽ നടന്ന ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയത് സ്കിൻ ഓഫ് യൂത്ത് ആണ്. ഗോവയിൽ നടന്ന ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയത് ആരാണ്? സ്കിൻ ഓഫ് യൂത്ത് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത് കെല്ലി ഫിഫ മാർഷലിനാണ്. കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത് കെല്ലി ഫിഫ മാർഷൽ. ഗവർണറുടെ ഔദ്യോഗിക പദവിയായ രാജ്ഭവൻ്റെ പുതിയ പേരാണ് ലോക് ഭവൻ. ഗവർണറുടെ ഔദ്യോഗിക വേദി എന്നാണ് കേട്ടോ. ഔദ്യോഗിക വേദിയായ രാജ്ഭവൻ്റെ പുതിയ പേരാണ് ലോക് ഭവൻ കേട്ടോ. ലോക് ഭവൻ. അപ്പോൾ ഇത്രയാണ് 2025 നവംബറിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ്. അപ്പോൾ ഇത്രയും കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അവ ഒട്ടുമിക്ക ഡെയിലിയുള്ള കറണ്ട് അഫെയർസ് എൻ്റെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതുമാത്രമല്ല, അല്ലാതെ തന്നെ നോട്ടുകളാണെങ്കിൽ ബ്ലോഗ് ഫ്ലവർ എന്ന് പറയുന്നൊരു ബ്ലോഗുണ്ട്. ആ ബ്ലോഗ് നിങ്ങൾക്ക് ബ്ലോഗറിൻ്റെ അകത്ത് ഫ്ലവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അകത്ത് കറണ്ട് അഫെയർസിൻ്റെ പാർട്ടിൽ നിങ്ങൾക്ക് ഈ നോട്ട്സുകളെല്ലാം അവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.